പ്രിയ കുട്ടികളെ, നമുക്കിനി ക്വസ്റ്റ് നമ്പർ 22 ആണ് പഠിക്കാനുള്ളത്. ഇഫ് ദ തേർഡ് ടേം ഓഫ് എ ജി പി ഈസ് പി, ദെൻ ഫൈൻഡ് ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ഇഫ് ദ തേർഡ് ടേം ഓഫ് എ ജി പി ഈസ് പി. അപ്പോൾ ഇത് ജി പിയുടെ പ്രോബ്ലമാണ്. തേർഡ് ടേം ആണ് പി, A3 ആണ് പി. ജി പിയുടെ an a ഇൻറ്റു r⁻n−1 ആയതുകൊണ്ട് A3 എന്ന് പറയുന്നത് a ഇൻറ്റു r⁻3−1, അതായത് a ഇൻറ്റു r², അതാണ് പി. ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ്. പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എ ഇൻറ്റു സെക്കൻഡ് ടേം AR ഇൻറ്റു തേർഡ് ടേം AR² ഇൻറ്റു ഫോർത്ത് ടേം AR³ ഇൻറ്റു ഫിഫ്ത്ത് ടേം AR⁴. അപ്പോൾ നമുക്കിത് ഗുണിക്കുമ്പോൾ A⁵5ഉം പിന്നെ ആറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇവിടെ ⁻1 ഉണ്ട്. 1 + 2 + 3 + 4 ആണ് വരുന്നത്. അത് 10 ആണെന്ന് മനസ്സിലാകും. അപ്പോൾ A⁵5 R⁻10. നമുക്ക് AR² വിലയുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് AR² എന്ന് എഴുതുവാണെങ്കിൽ A⁵5 R⁻10 ആയിക്കോളും. കൂടാതെ AR² വില പി യോടെ ഇടുകയും ചെയ്യാം. അങ്ങനെ P⁵5 എന്ന് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ജി പിയുടെ പ്രോബ്ലം തേർഡ് ടേം പി, അതായത് A3P ഇൻറ്റു R²P. പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്നാൽ a ഇൻറ്റു AR ഇൻറ്റു AR² ഇൻറ്റു AR³ ഇൻറ്റു A⁴. ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം AR ഇൻറ്റു തേർഡ് ടേം AR² ഇൻറ്റു ഫോർത്ത് ടേം AR³ ഇൻറ്റു ഫിഫ്ത്ത് ടേം AR⁴. അത് A⁵5 R⁻10 ആണ്. അപ്പോൾ AR²⁵, അതായത് P⁵5. Find the sum of n terms of the sequence 1/2 + 3/4 + 7/8 + etc. Sum of n terms of the sequence 1/2 + 3/4 + 7/8 + etc. ഇത് AP ആണോ ജി പി ആണോ എന്നൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. 1/2 + 3/4 + 7/8 + etc. ടു n ടേംസ് ആണ് കാണേണ്ടത്. പ്ലസ് ഇട്ട് പോയപ്പോൾ സം ടു n ടേംസ്. 1/2 1 - 1/2 എന്ന് എഴുതുക. പ്ലസ് 3/4 1 - 1/4 എന്ന് എഴുതുക. അര 1 - അര, മുക്കാലാണ് 3/4. അപ്പോൾ 1 - 1/4 1 - 1/4 പ്ലസ് 7/8 1 - 1/8 പ്ലസ് എക്സെട്ര ടു n ടേംസ്. ഈ പറയുന്ന സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട്. 1 - 1/2 എന്ന ഈ 1/2നെ എഴുതാം. 1 - 1/4 എന്ന ഈ 3/4നെ എഴുതാം. 1 - 1/8 എന്ന ഈ 7/8നെ എഴുതാം. അപ്പോൾ 1കൾ n തവണ കൂട്ടാൻ വരും, n ടേംസിലേയും കൂടെ കൂടി. അപ്പോൾ 1 × n. എല്ലാ ടേമിൽ നിന്നും മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ 1/2 + 1/4 + 1/8 പ്ലസ് എക്സെട്ര ടു n ടേംസ് വരുന്നു. ഇത് കണ്ടിട്ട് ജി പി ആണ് കൃത്യം മനസ്സിലായി. 1/2 + 1/2 2 + 1/2 3 പ്ലസ് എക്സെട്ര ടു n ടേംസ്. അങ്ങനെ എഴുതണമെന്നില്ല, അല്ലാതെ തന്നെ ജി പി മനസ്സിലാവും. ഫസ്റ്റ് ടൈം 1/2 കോമൺ റേഷ്യോ 1/2 കൊണ്ടാണ് മുന്നോട്ട് ഗുണിച്ച് പോയേക്കുന്നത്. അപ്പോൾ കോമൺ റേഷ്യോ 1/2 വരുന്ന ഒരു n ടേംസ് വരുന്ന ജി പിയുടെ സം എടുക്കാനാണ്. ഈ 6<1 ആയതുകൊണ്ട് SNൻ്റെ ഫോർമുല a × 1 - r⁻n/1 - r ആണ്. 1/2 × 1 - 1/2 n. ആറിൻ്റെ സ്ഥാനത്ത് 1/2 n/1 - 1/2. നമുക്ക് ആ വില ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ n - ½ × 1 - ഇത് 1/n/2n, അതായത് 1/2n ബൈ 1/2 ആണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ 1/2 1/2 ക്യാൻസലായിപ്പോയി. അപ്പോൾ n - 1 - 1/2n ബ്രാക്കറ്റിൽ. അപ്പോൾ n - 1 + 1/2n എന്ന് കിട്ടി. പ്രോബ്ലം പ്രത്യേകം ശ്രദ്ധിക്കുക. സം ടു n ടൈംസ് ഓഫ് ദ സീക്വൻസ് 1/2 + 3/4 + 7/8 പ്ലസ് എക്സെട്ര. 1/2 + 3/4 + 7/8 പ്ലസ് എക്സെട്ര ടു n ടൈംസ് എന്ന് എഴുതുമ്പോഴാണ് ഈ വേഡ്സിൽ കിടക്കുന്ന കാര്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. ഇത് 1 - 1/2 ആക്കുക, പ്ലസ് ഇത് 1 - 1/4 ആക്കുക, പ്ലസ് ഇത് 1 - 1/8 ആക്കുക, പ്ലസ് എക്സെട്ര ടു n ടൈംസ്. 1കൾ n ടേംസിലും വരും. അത് കൂട്ടിയെടുക്കുമ്പോൾ 1 × n. മൈനസ് പുറത്തെടുത്താൽ 1/2 + 1/4 + 1/8 പ്ലസ് എക്സെട്ര ടു n ടൈംസ്. ഇതൊരു ജി പി.
എ 1/2 ആറ് 1/2 വരുന്ന ജി പി. ഈ ആറ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് n ടേംസ് കൂട്ടിയെടുക്കാനുള്ള ഫോർമുല Sn ഈസ് ഇക്വൽ ടു a ഇൻറ്റു r 1 മൈനസ് r റേസ് ടു n ബൈ 1 മൈനസ് r ഹാഫ് ഇൻറ്റു 1 മൈനസ് ഹാഫ് ഓൾ റേസ് ടു n ബൈ 1 മൈനസ് ഹാഫ്. n മൈനസ് ഹാഫ് ഇൻറ്റു 1 മൈനസ് 1 റേസ് ടു n ബൈ 2 റേസ് ടു n ബൈ 1/2. ഹാഫ് ക്യാൻസൽ ആയിപ്പോയി. n മൈനസ് 1 മൈനസ് 1/2 റേസ് ടു n മൈനസ് 1 പ്ലസ് 1/2 റേസ് ടു n. Find the product of 32 into 32 raised to 1 by 6 into 32 raised to 1 by 36 into etc. to infinity. Product കാണാനാണ്. 32 into 32 raised to 1 by 6 into 32 raised to 1 by 36 into etc. to infinity. ഇത് 32 raised to 1 plus 1 by 6 plus 1 by 36 plus etc. to infinity. 32 raised to 1 ഇവിടെയുണ്ട്. 32 raised to 1 by 6 ആണ് ഇവിടെ. 32 raised to 1 by 36 ആണ്. ഇതെല്ലാം കൂടെ ഗുണിക്കുക ഇൻഫിനിറ്റി ടേംസ്. നമുക്ക് ബേസ് 32 ഒരു തവണ എഴുതിയിട്ട് പവർ എല്ലാം കൂടെ കൂട്ടിയെടുത്താലും ഗുണനത്തിന് തുല്യമാവും. അപ്പോൾ 1 പ്ലസ് 1 by 6 പ്ലസ് 1 by 36 പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി. 32 raised to 1 പ്ലസ് 1 by 6 പ്ലസ് ഇത് 1 by 6 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി. അങ്ങനെ എഴുതിയില്ലെങ്കിലും നിങ്ങൾക്കിത് സം ടു ഇൻഫിനിറ്റി ചോദിക്കുന്ന ഒരു ജി പി ആണെന്ന് പിടികിട്ടും. അതിൻ്റെ ഫസ്റ്റ് ടേം A1 r 1/6 ആണ്. 1/6 കൊണ്ട് ഗുണിച്ച് പോയേക്കുന്നു. പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ടേംസിൻ്റെ സം എടുക്കുക. A/1 മൈനസ് r ആണ് ഫോർമുല. അപ്പോൾ 1/1 മൈനസ് 1/6 1/5/6 1 മൈനസ് 1/6 ചെയ്യാൻ 1നെ 6/6 എന്ന് എഴുതുക. മൈനസ് 1/6 അപ്പോൾ 5/6 ആണ് മനസ്സിലാവും. അപ്പോൾ 6/5 ആയിട്ട് റെസിപ്രോക്കൽ വരും. അപ്പോൾ 32 റേസ് ടു ഇതെല്ലാം കൂടി ഈ സം ടു ഇൻഫിനിറ്റി കൂട്ടിയെടുത്തതാണ് 6/5. 32 റേസ് ടു 6/5 വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 32 2 റേസ് ടു 5 ആണ്. ഓൾ റേസ് ടു 6/5. അപ്പോൾ ഈ 5ഉം 6/5ഉം കൂടെ ഗുണിക്കുവാണ്. എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ എക്സ് റേസ് ടു എം എൻ എന്ന ഫോർമുല വെച്ച് 5 ഇൻറ്റു 6/5 വരുന്നു. അപ്പോൾ 5 ക്യാൻസലായി പോയിട്ട് 2 റേസ് ടു 6 വരുന്നു. അത് 64 ആണ്. അപ്പോൾ 32 ഇൻറ്റു 32 റേസ് ടു 1/6 ഇൻറ്റു 32 റേസ് ടു 1/36 എക്സെട്ര ടു ഇൻഫിനിറ്റി. 32 റേസ് ടു പവർ എല്ലാം കൂടി കൂട്ടുന്നു. 1 പ്ലസ് 1/6 പ്ലസ് 1/36 പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി. 32 റേസ് ടു 1 പ്ലസ് 1/6 പ്ലസ് 1/6 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി. ഒരു ജി പി ഫസ്റ്റ് ടൈം A1 r 1/6 എസ് ഇൻഫിനിറ്റി A/1 മൈനസ് r വെച്ച് ചെയ്തപ്പോൾ 6/5 കിട്ടി. 32 റേസ് ടു 6/5 2 റേസ് ടു 5 ഓൾ റേസ് ടു 6/5 2 റേസ് ടു 5 ഇൻറ്റു 6/5 2 റേസ് ടു 6 64. nth term of some sequences are given below. Which term can be the nth term of an AP? ഒരു എ പിയുടെ nth ടേം ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന 4 nth ടേമിൽ ഏതാണ്? എ പിയുടെ nth ടേമിൻ്റെ പ്രത്യേകത അത് സെക്കൻഡ് ഡിഗ്രി ടേം അതിനകത്ത് വരില്ല. ഈ ഫസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ആൻസറിൽ n² പ്ലസ് n സെക്കൻഡ് ഡിഗ്രി ടേം വന്നു. ഈ മൂന്നാമത്തെ ആൻസറിൽ 2 റേസ് ടു n പവറായിട്ട് വന്നു. ഇവിടെ n² വന്നു. ഇതൊന്നും എ പിയുടെ nth ടേമിൽ വരുന്നതല്ല. 1 അല്ല 3 അല്ല 4 അല്ല. ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പോലെ കിടക്കുന്നത്, ലീനിയർ ഫോമിൽ കിടക്കുന്നത്, ലൈൻ്റെ ഇക്വേഷൻ പോലെ കിടക്കുന്നത്. അതായത് പവർ 1 ആയിട്ട് എന്നിന് വരുന്നത് 2 + 5n ആണ്. അതാണ് nth ടേം ഓഫ് ആൻ എ പി. അപ്പോൾ nth ടേം ഓഫ് ആൻ എ പി മസ്റ്റ് ബി എ ലീനിയർ ഫോമിൻ എന്നിലുള്ള ഒരു ലീനിയർ ഫോം ആയിരിക്കും എ പിയുടെ nth ടേം. അതായത് n⁻1 വരുന്നത് മാത്രമായിരിക്കും. ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജി പി ഈസ് 100 അല്ല 1000. പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജി പി 1000. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജി പിയുടെ പ്രൊഡക്റ്റ് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് A/R AR എടുക്കാവുള്ളൂ. പ്രൊഡക്റ്റ് അങ്ങനെ 6 വെട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കേണ്ടത്. അപ്പോൾ ജി പി ആണ് ക്വസ്റ്റ്യൻ. എടുത്ത 3 ടേംസ് ബി A/R AR. അപ്പോൾ പ്രൊഡക്റ്റ് 1000 A/R ഇൻറ്റു A ഇൻറ്റു AR 1000. അപ്പോൾ AQB = 1000 RR ക്യാൻസലായി പോയി. A10. If 6 is added to second term and 7 is added to third term, then the terms become an AP. അപ്പോൾ സെക്കൻഡ് ടേമിൻ്റെ കൂടെ 6 കൂട്ടി, തേർഡ് ടേമിൻ്റെ കൂടെ 7 കൂട്ടി. അന്നേരം ആ 3 ടേംസ് എ പിയിലായിപ്പോയി. ആദ്യത്തെ ചോദ്യം സെക്കൻഡ് ടൈം ഓഫ് ദ ജി പി കാണാനാണ്. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് എ തന്നെയാണ്. ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ ഇപ്പോൾ തന്നെ കിട്ടി. A = 10. ഇനി
ടേംസ് അപ്പോൾ 10/r 10 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി 6 ഈസ് ആഡഡ് ടു സെക്കൻഡ് ടേം, അപ്പോൾ 10 + 6 ആൻഡ് 7 ഈസ് ആഡഡ് ടു തേർഡ് ടേം, അപ്പോൾ 10r + 7. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒന്നും കൂട്ടിയില്ല, 10/r തന്നെ. സെക്കൻഡ് ടേമിൻ്റെ കൂടെ 6 കൂട്ടി, 10 + 6. തേർഡ് ടേമിൻ്റെ കൂടെ 7 കൂട്ടി, 10r + 7. അന്നേരം അത് എ പിയിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ 10/r 10 + 6 10r + 7 ഈസ് ആൻ എ പി. 10/r 16 10r + 7 ഈസ് ആൻ എ പി. മൂന്ന് കാര്യങ്ങൾ എ പി വരുമ്പോൾ നടുക്കത്തെ ടേം ഈസ് ഈക്വൽ ടു അപ്പുറത്തെ ഇപ്പുറത്തെ ടേം കൂട്ടിയിട്ട് /2 അങ്ങനെ ഒരു ഫോർമുലയുണ്ട്. ഈ ബി സി ആർ ഇൻ എ പി, ബി ഈസ് ഈക്വൽ ടു a + c/2. അത് വെച്ച് 16 ഈസ് ഈക്വൽ ടു 10/r + 10r + 7/2. ഈ 2 ഇങ്ങോട്ട് ഗുണിച്ച് 32 ഈസ് ഈക്വൽ ടു 10/r + 10r + 7. RLC എടുത്തു, അപ്പോൾ 10 + 10r² + 7r. 32r ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 10r² + 7r + 10. അപ്പോൾ ഇതും കൂടി ഇങ്ങനെ സൈഡിൽ കൊണ്ടുവന്നപ്പോൾ 0 ഈസ് ഈക്വൽ ടു 10r² + 7r - 32r + 10. 10r² - 25r + 10 ഈസ് ഈക്വൽ ടു 0. ചെറുതാക്കുക, ഡിവൈഡിങ് ബൈ 5 ചെയ്ത് 2r² - 5r + 2 ഈസ് ഈക്വൽ ടു 0. സെക്കൻഡ് ഡിഗ്രി ടേം സോൾവ് ചെയ്യാൻ r ഈസ് ഈക്വൽ ടു -b ± √b² - 4ac/2a. a2 b - 5 c2. അപ്പോൾ -b എന്ന് പറയുമ്പോൾ 5 ± √25 - 4 × 2 × 2/2 × 2. 5 ± √25 - 16/4. 5 ± 3, ഇവിടെ 9 വരുന്നത്, അതുകൊണ്ട് 3/4. 5 + 3/4 or 5 - 3/4 8/4 or 2/4. അതായത് 2 or 1/2. When r is equal to 2, the terms 10/r 10 10r ആണ്. r 2 വരുമ്പോൾ ടേംസ് 10/5 വരും, 10 വരും, 10 × 10/5 അല്ല 10/2 വരും, 10 വരും, 10 × 2 വരും, അതായത് 5 10 20 വരും. ഇപ്പോൾ r ഈസ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ ടേംസ് 10/1/2 വരും, അതായത് 20 വരും, പിന്നെ 10 വരും, 10 × 1/2 വരും, അപ്പോൾ 5 വരും. അങ്ങനെ രണ്ട് രീതിയിലും ആൻസർ എഴുതി നിർത്തുകയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം. ജി പിയുടെ ഫസ്റ്റ് 3 ടേംസ് a/r AR എടുത്തുകൊണ്ട് അവയുടെ പ്രൊഡക്റ്റ് 1000 എടുത്ത് ഉടനെ a³ 1000, അപ്പോൾ a 10 മാത്രമേ വരുള്ളൂ, -10 വരില്ല. -10ൻ്റെ ക്യൂബ് -1000 ആണ്. ഇവിടെ a 10 മാത്രമേ വരുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ടൈം ഓഫ് ദി ജി പി കാണാനായിരുന്നു. ശരിക്കും ജി പിയുടെ സെക്കൻഡ് ടൈം a ആണ്, അത് 10 കിട്ടി. ഇനി if 6 is added to second term and 7 is added to third term, the terms become an AP എന്നാണ് പറയുന്നത്. അപ്പോൾ a കിട്ടിയ സ്ഥിതിക്ക് ഈ ടേംസിന് മാറ്റം വരുത്താൻ 10/r 10 10r. ഇനി നടുക്കത്തെ ടേമിൻ്റെ കൂടെ 6 കൂട്ടുകയും അവസാനത്തെ ടേമിൻ്റെ കൂടെ 7 കൂട്ടുകയും ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒന്നും കൂട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു എ പിയിലാവുന്നു. അപ്പോൾ 10/r 16 10r + 7 is an AP. അപ്പോൾ 16 ഈസ് ഈക്വൽ ടു 10/r + 10r + 7/2. അത് അറിഞ്ഞിരിക്കണം. ഈ ബി സി ആർ ഇൻ എ പി, ബി ഈസ് ഈക്വൽ ടു a + c/2. അത് വെച്ച് 16 ഈസ് ഈക്വൽ ടു 10/r + 10r + 7/2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 32. ഇതെങ്ങനെയെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്താൽ 6 കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. 32 10/r + 10r + 7 RLC എടുത്തു, 10 + 10r² + 7r. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 32 r ഈസ് ഈക്വൽ ടു 10r² + 7r + 10. ഒരു സൈഡിൽ കൊണ്ടുവന്നു, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നു. 10r² - 25r + 10 ഈസ് ഈക്വൽ ടു 0. ചെറുതാക്കിയിട്ടാണെങ്കിൽ നമുക്ക് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ടാകുന്നു. ഡിവൈഡിങ് ബൈ 5 ചെയ്തു, 2r² - 5r + 2 ഈസ് ഈക്വൽ ടു 0. a 2 ആയിട്ടും b -5 ആയിട്ടും c 2 ആയിട്ടും വരുന്ന സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാൻ ഫോർമുല -b ± √b² - 4ac/2a എടുത്താൽ മതി r കാണാനായിട്ട്. കാരണം 2 വിലയാണ് കിട്ടിയത്, കാരണം സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്തുകൊണ്ട്. r 2 വരുന്നു, r 1/2 വരുന്നു. when r is equal to 2, the terms are ഈ 10/r 10 10rലേക്ക് എയുടെ വില കറക്റ്റായിട്ട് 10 ആണ്. അപ്പോൾ a/r AR പറയാതെ 10/r 10 10r ഇട്ടുകൊണ്ട് r 2 ചെയ്യുമ്പോൾ ഇങ്ങനെ 5 10 20 ആണെന്നും ഇപ്പോൾ r 1/2 ചെയ്യുമ്പോൾ 20 10 5 ആണെന്നും കിട്ടുന്നു. ഇത്രയും പ്രോബ്ലംസ് എഴുതിയെടുത്ത് വൈകുന്നേരത്തെ പരീക്ഷ